എന്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന ആത്മാക്കളെ എല്ലാം പ്രോത്സാഹിപ്പിക്കുക. വലത്തുകരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് എങ്ങനെ നന്മയുള്ളവരാകാനാ ഈശോ നമ്മളോട് പറയുന്നത്? എന്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന സകല മക്കളോടും പറയണം. ആരെങ്കിലും ദൈവത്തിന്റെ കരുണയെ അറിയാതെയും അനുഭവിക്കാതെയും നിരാശപ്പെട്ട ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാ ഈശോ പറയുകയാണ്, നീ ചെയ്യേണ്ട നന്മ, ഒരൊറ്റ നന്മയെ മകളെ നീ ചെയ്യേണ്ടതുള്ളൂ, മകനെ നീ ചെയ്യേണ്ടതുള്ളൂ. അതെന്താണ്? എൻ്റെ അനന്തമായ കരുണയിൽ ആശ്രയിക്കാൻ നീ കണ്ടുമുട്ടുന്ന എല്ലാ ആത്മാക്കളോടും പറയുക. ഹല്ലേലൂയ. അവരെ പ്രോത്സാഹിപ്പിക്കുക, ദൈവത്തിന്റെ കരുണയിലേക്ക് വരാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്നിട്ട് പറയുവാണ്, ഓ എന്നിൽ പൂർണ്ണമായ വിശ്വാസമുള്ള ആത്മാക്കളെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നു, അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ നിത്യ നന്മയായ ദൈവത്തിന്റെ നന്മയോട് ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ കരുണയിലേക്ക് ആത്മാക്കളെ പിറക്കിക്കൂട്ടുന്ന വാരിക്കൂട്ടുന്ന എല്ലാ മക്കൾക്കും ദൈവം കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആർക്ക് വേണ്ടിയാ എന്തും ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ ദൈവം എന്ത് വേണമെങ്കിലും ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയിട്ടാ? ദൈവത്തിന്റെ കരുണയിലേക്ക് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരുന്നവരെ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നിരാശയാണോ? പ്രത്യാശ. അപ്പൊ അങ്ങനെയുള്ള ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ദൈവം എന്തു വേണേലും ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്.